ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് ഇപ്പോഴാണ് കഴിഞ്ഞത്. ഇതിൽ ശരിക്കും ആര്യനെയും അനുമോളെയും പൊളിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിനു മുൻപ് ഈ ചാനൽ കാണുന്നവരൊന്ന് സബും ലൈക്കും ചെയ്യണേ. ഈ എപ്പിസോഡിലെ തുടക്കത്തിൽ അനുമോളെ ആണ് ശരിക്കും വഴക്ക് പറയുന്നത്. ജിസേലിന് അത്ര വഴക്കൊന്നും പറയുന്നില്ല, കാരണം ജിസേൽ ഗെയിം മനസ്സിലാക്കി കളിക്കുന്നുണ്ട്. ഇതിൽ പിന്നീട് ആര്യൻ കുളിക്കാനുള്ള ബാത്ത് ടവലും ബാത്ത് കിറ്റുമൊക്കെ അനുമോളുടേത് എടുത്ത് ഷാനവാസിൻ്റെ ബെഡിൻ്റെ താഴെ കൊണ്ടുവയ്ക്കുന്നതും എന്നിട്ട് ജയിലിലായിരുന്ന സമയത്ത് തിരിച്ചെടുത്ത് കൊണ്ടുവയ്ക്കുന്നതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഗെയിമാണെന്നാണ് ലാലേട്ടൻ പറയുന്നത്. അതൊന്നും അല്ല രസം. ടിഷ്യൂ പേപ്പർ വെച്ച് ജിസേലിൻ്റെ ചുണ്ടിൽ തുടയ്ക്കാൻ പോയതിനെക്കുറിച്ച് ചീത്ത പറയുന്നുണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ ശരീരത്തിൽ തൊട്ടാൽ എങ്ങനെ ഇരിക്കുന്നു, നിങ്ങളെങ്ങനെയാണ് പ്രതികരിക്കുകയെന്ന് അനുമോളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ കരഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബ്രേക്കിൻ്റെ ടൈമിൽ അനുമോൾ ആദിലേനോട് പറയുന്ന കാര്യമാണ് ഒരു ഭയങ്കര രസമായിട്ടുള്ളത്. ആദിലേനോട് അനുമോൾ പറയുന്നത്, ബിഗ് ബോസിന് ഞാൻ കണ്ടൻറ്റ് കൊടുത്തതാണ്, ബിഗ് ബോസിന് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്, നമുക്ക് പൈസ തരുന്നതല്ലേ എന്ന്. ശരിക്കും അനുമോൾ അങ്ങനെ തന്നെ വെറുതെ ആവശ്യമില്ലാതെ കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആര്യനോടൊക്കെ വഴക്ക് കൂടുന്നതായിട്ട്, അപ്പാനീനോടൊക്കെ വഴക്ക് കൂടുന്നതും അനുസരിക്കാതിരിക്കുന്നതൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ശരിക്കും ആര്യനും ഇന്ന് നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. ആര്യനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് കളിച്ച കളിയൊക്കെ എനിക്കറിയാം, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ 7 വർഷമായില്ലേ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്, നിങ്ങൾ എൻ്റെ അടുത്ത് കളിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കളിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ആര്യൻ സോറി പറയുന്നുണ്ട്. അതിന് ശേഷം അനുമോൾക്കും ജിസേലിനും 2 മണിക്കൂർ ജയിലിൽ കിടക്കാനും പിന്നെ അവരുടെ പരസ്പരം അവരുടെ ഫോട്ടോ ബാഡ്ജായിട്ട് കുത്തിവെക്കാനുമാണ് പറയുന്നത്. പിന്നെ അവരെ നോമിനേഷനിലും ഇട്ടിട്ടുണ്ട്. ലാലേട്ടൻ കുറേ ഇത്തവണ ഇവരോട് പറയുന്നുണ്ട്, എല്ലാവരോടും കണ്ടസ്റ്റൻറ്റിനോട് എല്ലാവരോടും പറയുന്നുണ്ട്, ഇതൊരു ഷോയാണ്, നിങ്ങളെ കോർണർ ചെയ്യും, ദേഷ്യപ്പെടുത്തുകയൊക്കെ ചെയ്യും, അത് ബിഗ് ബോസ് ഗെയിമാണത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ദേഷ്യപ്പെട്ട് വഴക്കൂടി കളിക്കുന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അടുത്ത നെവിനുള്ളതും കൊടുക്കുന്നുണ്ട്. നെവിൻ പറയുന്നത് പക്ഷേ കോമഡി ആയിട്ടാണ്. ആദ്യം വന്നിരുന്ന നെവിനല്ല, ഇപ്പം കുറച്ചുകൂടെ മെച്യൂർഡായിട്ട് സംസാരിക്കുന്നുണ്ട്. നെവിൻ പറയുന്നത്, ഞാൻ പറയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് ഡോറ് തുറന്നു തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. രേണുസുതിക്കും ബിഗ് ബോസിൻ്റെ ഇതിന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എപ്പോഴും പോണം എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഇപ്പോൾ പോകണമെങ്കിൽ പറഞ്ഞോളൂ, ഡോറ് തുറന്നിട്ട് തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേണുസുതിയുടെ ആ ഗെയിമും അവിടെ ലാലേട്ടൻ നിർത്തുന്നുണ്ട്. ഇത്തവണ ഒരുവിധം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബിഗ് ബോസിൽ നടന്നിട്ടുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. നോമിനേഷൻ പ്രക്രിയ ഇത്തവണ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓണായതുകൊണ്ടാണ്. അടുത്ത തവണ ഇവർ എല്ലാവരും വരുന്നു. കൂടാതെ അനുമോളും ജിസേലും കൂടെ അവർ വഴക്കിട്ടത് കൊണ്ട് അവർക്ക് പണിഷ്മെൻ്റായിട്ട് അവരും കൂടെ നോമിനേഷനിൽ വരികയാണ് ചെയ്തിട്ടുള്ളത്.